മാർച്ച് 19 വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ. തിരുവചനം: ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം. തിരുസഭ ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഈ പുണ്യദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും സാദരം നേരുന്നു. പിതാവായ ദൈവത്തിന് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 നിധികളാണ് പുത്രനായ യേശുവും യേശുവിന് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയവും. ഈ 2 പേരുടെയും വളർത്തുപിതാവും സംരക്ഷകനുമായി ദൈവം അനന്തതയിൽ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. സുവിശേഷങ്ങളിൽ ജോസഫ് മൗനിയായി കാണപ്പെടുന്നതിൽ നാം അത്ഭുതപ്പെടേണ്ടതില്ല. ദൈവിക പദ്ധതിക്ക് വിശുദ്ധ യൗസേപ്പ് കൊടുത്ത ഉത്തരം വാക്കുകളിലൂടെ അല്ല, പ്രവൃത്തികളിലൂടെയും തൻ്റെ ജീവിത സമർപ്പണത്തിലൂടെയും ആയിരുന്നു. നീതിമാനായ യൗസേപ്പ് മാലാഖ വഴി ലഭിച്ച സന്ദേശം വിശ്വസിച്ച് പരിശുദ്ധ കന്യാമറിയത്തെ സ്വീകരിച്ചു. പരിശുദ്ധ കന്യാമാതാവുമായി ബത്ലഹേമിലെ ഓരോ വീട്ടിൽ ചെന്ന് മുട്ടിയപ്പോഴും, ജെറൂസലേമിൽ കാണാതായ യേശുവിനെ അന്വേഷിച്ച് 3 ദിവസം നടന്നപ്പോഴും എല്ലാം നയിക്കുന്ന, നിയന്ത്രിക്കുന്ന ദൈവിക പദ്ധതിയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു. ഫുൾട്ടൻ ജെ ഷീൻ തൻ്റെ നിരീക്ഷണം ഇപ്രകാരമാണ് പങ്കുവച്ചിരിക്കുന്നത്: നാം നമ്മുടെ ജീവിതത്തിൽ നാം ഇഷ്ടപ്പെടുന്ന ധാരാളം പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു. എന്നാൽ വിശുദ്ധ യൗസേപ്പ് ദൈവം തീരുമാനിക്കുന്ന പുണ്യപ്രവൃത്തികൾ തൻ്റെ ജീവിതത്തിൽ ചെയ്തു.